കാക്കുവാൻ, യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവെ നോക്കി ജീവിപ്പാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. നിന്റെ സഹായം നൽകുക എന്റെ മഹാപുരോഹിത. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ധീരത്വത്താലനേകരും തീരെ പിന്മാറി ഖേദിക്കും. ധീരത നൽകുകേശുവേ, വീരനാം സാക്ഷിയാക്കുക. ധീരത നൽകുകേശുവേ, വീരനാം സാക്ഷിയാക്കുക. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ ശക്തിയരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണനാക്കുക. ശക്തിയരുൾക നാഥനെ, ഭക്തിയിൽ പൂർണ്ണനാക്കുക. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. യേശുവിൻ കൂടെ താഴുവാൻ, യേശുവിൻ കൂടെ വാഴുവാൻ, യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. യേശുവിൽ നിത്യം ചേരുവാൻ ഇവയെ കാംക്ഷിക്കുന്നു ഞാൻ. ഉറപ്പിക്കെന്നെ നാഥ, നിറയ്ക്ക എന്നെ ശുദ്ധാത്മാ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്തൻ മഹത്വത്താലെ ഞാൻ മുറ്റും നിറഞ്ഞു ശോഭിപ്പാൻ. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ.
കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ വരവ് പാപികളെ തേടിയാണ്. എന്നാൽ കർത്താവ് രണ്ടാമത് വരുന്നത് വിശുദ്ധന്മാരെ തേടിയാണ്. കർത്താവെ, രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു എന്നുള്ളത് അനേകരുടെയും പ്രാർത്ഥനാ വിഷയമാണ്. വിശ്വാസികളുടെ പുനരുത്ഥാനം, ഒന്നാമത്തെ പുനരുത്ഥാനം. 2 പുനരുത്ഥാനമുണ്ട്. വിശ്വാസികളുടെ പുനരുത്ഥാനമാണ് ഒന്നാമത്തെ പുനരുത്ഥാനം. രണ്ടാമത്തെ പുനരുത്ഥാനം എല്ലാവരെയും ന്യായം വിധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതായ പുനരുത്ഥാനമാണ്. അത് വിശ്വാസികൾക്ക് മാത്രമല്ല, അത് അവിശ്വാസികൾക്കുള്ളതായ പുനരുത്ഥാനമാണ്. എന്നാൽ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുകെട്ടുക എന്ന് പറയുന്നത് ഭാഗ്യമാണ്. അത് വിശുദ്ധന്മാർ മാത്രമായിരിക്കും. വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നതായ സ്വർഗം. അതേ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ ആ അന്ത്യന്യായവിധിയെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്. അന്ന് വലത്ത് ഭാഗത്തുള്ളവരോട് 34-ാമത്തെ വാക്യം, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരേ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. ലോകസ്ഥാപനം മുതൽ വിശ്വാസികൾക്കായി ദൈവം ഒരുക്കിയിരിക്കുന്നതായ രാജ്യം, സ്വർഗരാജ്യം, നിത്യരാജ്യം, ദൈവികമായ രാജ്യം, ദൈവം വാഗ്ദത്തം ചെയ്തതായ സ്വർഗരാജ്യം. ആ സ്വർഗരാജ്യം നിങ്ങൾക്ക് ഓരോരുത്തരും നിങ്ങൾ അവകാശമാക്കിക്കൊള്ളുവിനെന്നാണ് എന്ന് കർത്താവ് പറയുന്നത്. പ്രിയപ്പെട്ടവർ, എന്നാൽ അന്ന് അന്ത്യന്യായവിധിയിൽ ഇടത്ത് ഭാഗത്തുള്ളവരോട് കർത്താവ് പറയും 41-ാം വാക്യം, ശപിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. നിത്യാഗ്നി പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്നതാണ്. അത് മനുഷ്യർക്ക് വേണ്ടി ദൈവം ഒരുക്കിയതല്ല. എന്നാൽ പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് അനേക മനുഷ്യരും അവിശ്വാസത്താൽ പോകുന്നു എന്നുള്ളതായ ദുഃഖസത്യം നാം അറിയാതെ പോകരുത്. ഇന്ന് അനേകർക്ക് മറഞ്ഞു കിടക്കുകയാണിത്. അനേകരുടെയും ആത്മക്കണ്ണുകൾ തുറന്നു കിട്ടി ഈ സത്യം അറിയുന്നില്ല. ഈ ഭൂമിയിലുള്ള ജീവിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ലക്ഷ്യമെന്താണ് അറിയുന്നില്ല. സ്നേഹവാനായ ദൈവം, നിത്യനായ ദൈവം, തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും സൃഷ്ടിച്ചവനായ, തൻ്റെ അതേ തേജസ് കൊടുത്തവനായ മനുഷ്യന് അവന് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതാണ് നിത്യരാജ്യം. ദൈവം മുന്നറിഞ്ഞ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചു. ആദിയുടെയും ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ആകാശത്തിലും ഭൂമിയിലുള്ള സകലത്തെയും ദൈവം സൃഷ്ടിച്ചു. സകല ജീവജാലങ്ങളെയും മൃഗങ്ങളെയും ഇഴജാതികളെയും എല്ലാം ദൈവം സൃഷ്ടിച്ചു. സകലത്തെയും ദൈവം സൃഷ്ടിച്ചത് മനുഷ്യന് വേണ്ടിയാണ്. എന്നാൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവത്തിന് വേണ്ടിയാണ്. ആ മനുഷ്യരോടുകൂടെ നിത്യത വസിക്കുവാൻ ആഗ്രഹിക്കുന്നവനായ ദൈവം, തൻ്റെ സ്നേഹം പങ്കിടുവാൻ ആഗ്രഹിക്കുന്നവനായ ദൈവം, അതിനുവേണ്ടി ദൈവം മനുഷ്യനെ തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചു. ആ സൃഷ്ടിയിൽ തന്നെ ദൈവം മനുഷ്യന് വേണ്ടി സ്വർഗരാജ്യം ഒരുക്കി വെച്ചു. വിളിക്കപ്പെട്ട ദൈവജനമേ, ദൈവം ആശയോടെ വിളിച്ച് വേദനിച്ച അതിൻ്റെ പ്രിയ ജനമേ, നിങ്ങളൊരു കാര്യം അറിഞ്ഞുകൊള്ളുക, എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് വേണ്ടി ദൈവം സ്വർഗം ഒരുക്കി വെച്ചു. ലോകാരംഭങ്ങൾക്ക് മുൻപ് തന്നെ നമുക്ക് സ്വർഗം ഒരുക്കി വെച്ചു. ആ രാജ്യം അവകാശമാക്കുവാൻ നമുക്ക് ഒരു ന്യായവും ഇനി വേറെ പറയാനില്ല. എനിക്ക് ഇന്ന തടസ്സമുണ്ടേ എന്ന് പറയാനൊന്നുമില്ല. ദൈവം എല്ലാം അനുകൂലമാക്കി തന്നിട്ടുണ്ട്. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവൻ വിശുദ്ധനായിരിക്കണമെന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഇവിടെയുള്ളൂ. അതിന് മനസ്സുണ്ടോ സഹോദര? നിനക്കതിന് മനസ്സുണ്ടോ? ഈ തലമുറയിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവിന് വേണ്ടി ഒരുങ്ങുവാൻ നിനക്ക് മനസ്സുണ്ടോ? അതുമാത്രമാണ് ഏക വിഷയം. നമ്മുടെ വായിച്ചു കേട്ടു,
ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. എന്താണ് ആ രണ്ടാമത്തെ മരണം? രണ്ടാമത്തെ മരണം തീ പൊയ്കയാണ്. അതാണ് രണ്ടാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരായി അവിശ്വാസികളായി ഈ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക് കൂടെ ഒരുക്കിയിരിക്കുന്നതാണ് രണ്ടാമത്തെ മരണം. ആ രണ്ടാമത്തെ മരണം തീ പൊയ്കയാണ്. അത് നാം വളരെ വ്യക്തമായി വായിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: ഈ തീ പൊയ്ക രണ്ടാമത്തെ മരണം. ദൈവവേദിലേ, നിനക്ക് വേണ്ടി ഒരു സ്വർഗരാജ്യം ഒരുക്കിയിരിക്കുന്നു. ഇതാ ഒരു നരകം സാത്താന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. സാത്താനും എൻ്റെ സൈന്യത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. നീ എവിടേക്ക് പോകും? തീരുമാനിക്കേണ്ടത് നീയാണ്. തീരുമാനമെടുക്കേണ്ട പരമാധികാരി നീ തന്നെയാണ്. അവിടെ മറ്റാർക്കും സ്വാധീനമില്ല. നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം. എനിക്ക് ഈ ദൈവികമായ സ്വസ്ഥത അനുഭവിച്ച് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗത്തിൽ പോകണമോ അതോ നിത്യാഗ്നിയിലേക്ക് പോകണമോ? എനിക്ക് ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്ക് വേണമോ അതോ നിത്യ നരകത്തിലേക്ക് ഞാൻ പോകണമോ? താൻ തീരുമാനിക്കാം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ കാന്തയായ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. നമ്മുടെ പദവി എത്ര വലുതാണ് എന്ന് സഹോദരങ്ങളെ നിങ്ങൾ ഓർക്കുക. നാം പറയും, ഞാൻ നിസ്സാരനാണ്, ഞാൻ ആരോരുമില്ലാത്തവനാണ്, ഞാൻ അനാഥനാണ്, അനാഥയാണ്, എന്നെ ആർക്കും ഇഷ്ടമല്ല, എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു യോഗ്യതയില്ല, എനിക്കെന്നും ദാരിദ്ര്യമാണ്, കടമാണ്, ഭാരമാണ്, തെറ്റിദ്ധാരണയാണ്, അവഗണനയാണ്, എല്ലാം നാം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ നാം ഓർക്കുക, കുഞ്ഞാടിൻ്റെ കാന്തയായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും, ഞാനും നിങ്ങളും. ഒരു സംശയവും വേണ്ട. അതെല്ലാം സൗജന്യദാനമാണ്. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവർ, ആ കുഞ്ഞാടിൻ്റെ കല്യാണം ഏറ്റവും ആസന്നമായിരിക്കുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നടക്കുന്ന മഹത്വകരമായ ആ സംഭവം, അത് എന്നെയും നിങ്ങളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി മനോഹരമായ വിവാഹം അന്ന് കുഞ്ഞാടിൻ്റെ മണവാട്ടിയായി കണ്ടവരാണ് നാം ഓരോരുത്തരും. ഒരുങ്ങിയിട്ടുണ്ടോ? മറ്റാരും ഒരുക്കുകയില്ല. നാം തന്നെത്താനെ ഒരുങ്ങേണ്ടതാണ്. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്: നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുൻപേ ദൈവം നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. നിങ്ങൾ വചനം ശ്രദ്ധയോടെ പഠിക്കുമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ദൈവം സൃഷ്ടിച്ച അതേ സ്വരൂപത്തിൽ, അതേ സാദൃശ്യത്തിൽ, അതേ തേജസ്സിൽ കുഞ്ഞാടിന് മുൻപാകെ നിലനിർത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായോ? ആരാം നഷ്ടപ്പെടുത്തി കളഞ്ഞതായ സൗഭാഗ്യം തിരികെ തരുവാനാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. സത്യം നിങ്ങളറിയുക, പിതാവിൻ്റെ വലത്തുഭാഗത്ത് പിതാവിൻ്റെ പ്രമോദമായി, പിതാവിനെന്തും സന്തോഷമായി, പിതാവ് പറയുന്നതെല്ലാം പൂർണ്ണമായി അനുസരിച്ചുകൊണ്ട് കഴിഞ്ഞിരുന്നവനായ പുത്രനായ ദൈവം, പൂർണ്ണ അനുസരണത്തിലും വിനയത്തിലും കഴിഞ്ഞിരുന്ന പുത്രനായ ദൈവം, മാലാഖമാരുടെ സ്തുതികൾ ഏറ്റുവാങ്ങിക്കൊണ്ട് പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്നവനായ പുത്രൻ എന്താണ് ചെയ്തത്? ദൈവം സൃഷ്ടിക്കുന്ന മനുഷ്യൻ പാപം ചെയ്യുമെന്നറിഞ്ഞപ്പോൾ ആ പാപത്തിന് വേണ്ടി ഞാൻ യാഗമായി കൊള്ളാമെന്ന് സ്വയം സമർപ്പിച്ചവനാണ് ആ പുത്രൻ. എൻ്റെ കാന്തൻ, എൻ്റെ പ്രിയൻ, എൻ്റെ കുഞ്ഞാട്. അങ്ങനെയാണ് അവൻ അറക്കപ്പെട്ട കുഞ്ഞാടായത്, മറക്കരുത്. പ്രിയപ്പെട്ടവർ, പിതാവായ ദൈവത്തോട് തൻ്റെ പ്രമോദമായ പുത്രൻ ഞാൻ അവർക്ക് വേണ്ടി യാഗമായി കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ പിതാവായ ദൈവം പുത്രനെ നോക്കി. പുത്രനിലൂടെ വീണ്ടെടുക്കപ്പെടുവാൻ ഉദ്ദേശിക്കുന്ന ഓരോ മനുഷ്യരെയും പിതാവ് കണ്ടു. നിത്യനായ ദൈവം, സർവവ്യാപിയായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, പുത്രൻ്റെ തിരുരക്തത്തിലൂടെ, പുത്രൻ്റെ ക്രൂശുമരണത്തിലൂടെ വീണ്ടെടുക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തെ കണ്ടുകൊണ്ട്, എന്നെയും നിങ്ങളെയും കണ്ടുകൊണ്ട്, ആ പിതാവായ ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിച്ചതുകൊണ്ട് ആ സ്നേഹത്തെ പ്രതി തൻ്റെ സ്വന്തം പുത്രനെ കാൽവറി ക്രൂശിൽ യാഗമാകുവാൻ വിട്ടുകൊടുത്തു.
പിതാവിൻ്റെ സ്നേഹം നിങ്ങൾ മറക്കരുത്, പുത്രൻ്റെ സ്നേഹം നിങ്ങൾ മറക്കരുത്. പ്രിയപ്പെട്ടവർ, ആ കർത്താവിനെ ഈ തലമുറയിൽ നാം സ്നേഹിക്കേണ്ടത്. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. സ്തോത്രം. നിത്യനായ ദൈവം, സ്നേഹവാനായ ദൈവം എന്നെയും നിങ്ങളെയും ഈ തലമുറയിൽ തെരഞ്ഞെടുത്തത് നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി ദൈവമാതാവിനെ സൃഷ്ടിച്ചതായ അതേ സ്വഭാവത്തിൻ്റെ അതേ സ്വരൂപത്തിൽ അതേ നിഷ്കളങ്കതയിൽ ഞാനും നിങ്ങളുമായി തീരുവാൻ നാം ഒന്നും അധ്വാനിക്കേണ്ട, ഞാനൊന്നും ചെയ്യേണ്ട. ഞാൻ വിശ്വാസത്തോടെ നിന്നാൽ ദൈവം അതെല്ലാം ആക്കിക്കൊള്ളും. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുൻപേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല, നാം അനാഥരല്ല. നാം ഈ ഭൂമിയെ സ്നേഹിക്കരുത് എന്ന് പറയുമ്പോൾ, നാം ഈ ഭൂമിയിൽ ആശ്രയിക്കരുത് എന്ന് പറയുമ്പോൾ, നാം ഈ ഭൂമിയിൽ കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ഉയരത്തിലേക്ക് നോക്കിക്കൊണ്ട് ഉയരത്തിലുള്ള ചിന്തിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇത് അപ്രായോഗികമല്ലേ എന്ന് മാനുഷിക ബുദ്ധിയിൽ ആർക്കും തോന്നാം. എന്നാൽ നിത്യനായ ദൈവം എല്ലാം നോക്കിക്കൊണ്ട് ഒരുക്കി വച്ചിരിക്കുന്നു. അവൻ നമ്മെക്കുറിച്ച് ഒന്ന് മാത്രം ആഗ്രഹിക്കുന്നു, കുഞ്ഞാടിനെക്കുറിച്ച് ധ്യാനിക്കുക, കുഞ്ഞാടിൻ്റെ കാന്തയായി തീരുവാൻ ആഗ്രഹിക്കുക. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ട് പോവുക. നമുക്കങ്ങനെ പോകാം. നമുക്ക് വീണ്ടും റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 29-30 വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു: അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളാരും മറന്നു പോകരുത്. നിങ്ങളായിരിക്കുന്ന അവസ്ഥ നിങ്ങൾ സ്നേഹിക്കുന്നവനായ പിതാവായ ദൈവം, എന്നെ നിങ്ങളെ സ്നേഹിക്കുന്നവനായ സ്നേഹവാനായ കർത്താവ്, ആ സ്നേഹം എങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്നത്? മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മറക്കരുത്. കുറഞ്ഞ വിളിയല്ല. ഞാനൊരു പാവപ്പെട്ടവനായി, ഞാനൊരു രോഗിയായി, ഞാൻ ആരോരുമില്ലാത്തവനായി, ഞാൻ ആർക്കും വേണ്ടാത്തവനായി, ആർക്കും വിലയില്ലാത്തവനായി ഞാൻ ജീവിച്ചുപോയി ജനിച്ചുപോയി എന്നെല്ലാം പറയുന്നവരുണ്ട്. സ്വയം സഹതാപത്തിൽ തല കൊമ്പിട്ടിരിക്കുന്നവരുണ്ട്. സഹോദര, ഒരുത്തരും അങ്ങനെ തല കൊമ്പിട്ടിരിക്കേണ്ടവരല്ല. എന്തിനാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്? യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ തിരുമാർവിൽ ചാരിയിരുന്നവൻ്റെ ഹൃദയത്തിൻ്റെ ഉൾത്തുടുപ്പുകൾ ഏറ്റുവാങ്ങിയവനായ യോഹന്നാൻ പറയും, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടെയായിരുന്നു. പ്രിയപ്പെട്ടവർ, അവൻ ഈ ഭൂമിയിലേക്ക് വന്നു, അവന് ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. മറക്കരുത്. ആത്മാവിൽ മരിച്ച് നിർജീവരായി നിരാശരായി തലകുമ്പിട്ടിരിക്കുന്ന ദൈവവൈതലേ, നിന്നെ നോക്കിക്കൊണ്ട് കർത്താവ് പറയുന്നു, നിന്നെ വീണ്ടെടുക്കുവാനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. നിനക്ക് നഷ്ടപ്പെടുത്തി കളഞ്ഞെല്ലാം തിരികെ തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വീകരിക്കാൻ നിനക്ക് മനസ്സാണോ? വിശ്വാസമുള്ള ഹൃദയത്തോടെ നിന്റെ 2 കൈ നീട്ടി നിനക്ക് വാങ്ങിക്കാൻ നിനക്ക് മനസ്സാണോ? സ്തോത്രം. ഓരോ വിശ്വാസിയോടും ദൈവം പറയുന്നുണ്ട്, നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാൻ ഞാനതിനെ നിറയ്ക്കും. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. തുറക്കാമോ? നിറഞ്ഞ വിശ്വാസത്തോട്, തികഞ്ഞ വിശ്വാസത്തോട് കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിനോട് ഇടപെടുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിനെ വലയം ചെയ്തിരിക്കുന്നു. ഞാൻ നിസ്സാരനല്ല, ഞാൻ ദൈവം കണ്ട ദൈവത്തിലാണ്. ലോകാരംഭങ്ങൾക്ക് മുൻപേ എന്നെ കണ്ടവൻ, എന്നെ തിരഞ്ഞെടുത്തവൻ, അവൻ്റെ അതേ വിശുദ്ധിയും നിഷ്കളങ്കതയും പ്രാപിക്കാനായി എന്നെ വിളിച്ചിരിക്കുന്നു. ആർക്കെല്ലാം ഉറപ്പ് കിട്ടുന്നുണ്ട്? അതാണ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. പിതാവ് മുന്നറിഞ്ഞവര് തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രൻ്റെ അതേ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ ഓരോരുത്തരെ നിയമിച്ചു. നാം ആരും കുറഞ്ഞവരല്ല. തൻ്റെ ഏകജാതനായ പുത്രൻ ഒന്നാമൻ, അതിൻ്റെ തൊട്ടു താഴെയുള്ള ദൈവത്തിൻ്റെ മക്കളാണ് നാം ഓരോരുത്തരും. നാം ദൈവിക പദവിയുള്ളവരാണ്. ആ പദവി വിട്ട് നീ ഇറങ്ങിപ്പോകണ്ട. ദൈവം നിനക്ക് സൗജന്യമായി തന്നതാണെങ്കിൽ ദൈവത്തിലെ നീ അത് 2 കൈയും നിവർത്തി വാങ്ങിച്ച് നീ മുത്തേണ്ടതല്ലേ? അതേ ദൈവമാണ് പറയുന്നത്, നിന്റെ വായേ നീ വിസ്താരത്തിൽ തുറക്കാം, ഞാനതിനെ നിറയ്ക്കാം. അവൻ നിറയ്ക്കാൻ സമ്പന്നനല്ലേ?
നിന്റെ ആവശ്യങ്ങൾക്ക് സമ്പന്നനായേ അല്ലേ ഈ ദൈവം? നിന്റെ ദൈവം ദരിദ്രനാണോ? നിന്റെ ദൈവം ആരാണെന്നാണ് എൻ്റെ വിചാരം? പ്രിയപ്പെട്ടവരെ, അവൻ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ നമ്മെ ഓരോരുത്തരെയും നിയമിച്ചിരിക്കുന്നു. മാത്രമല്ല, മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. എന്താണ് അവൻ്റെ പ്ലാന്? എന്താണ് സ്വർഗത്തിൻ്റെ പദ്ധതി? കൃത്യമായ സ്വർഗത്തിൻ്റെ പദ്ധതി, ലോകാരംഭങ്ങൾക്ക് മുൻപേയുള്ള പിതാവായ ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളാരും മറന്നു പോകരുത്. പ്രിയപ്പെട്ടവർ, ദൈവം ഏതവസ്ഥയിൽ ആദാമിനെ സൃഷ്ടിച്ചുവോ അതേ അവസ്ഥയിൽ നിന്നെ എത്തിത്തീർക്കുവാൻ, നിന്നെ ആക്കി തീർക്കുവാൻ വേണ്ടത് എല്ലാ ദൈവം ക്രമീകരിച്ചിരിക്കുന്നു. നിന്നെ മുൻ നിയമിച്ചവരെ ദൈവം വിളിച്ചവരെ ദൈവം വിശുദ്ധീകരിച്ചു, അവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. സ്തോത്രം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ തേജസ്കരണം പ്രാപിച്ചവനായിരിക്കും. ദൈവത്തിൻ്റെ അതേ വിശുദ്ധി പ്രാപിച്ചവനായിരിക്കും. ദൈവത്തിൻ്റെ അതേ സ്വഭാവവും അതേ സാദൃശ്യവും പ്രാപിച്ചവനായിരിക്കും. അതേ തേജസ്വൻ പ്രാപിച്ചവനായിരിക്കും. വേദവസ്തം വളരെ വ്യക്തമായി ഇത് പറയുന്നുണ്ട്. ഫിലിപ്പിയ ലേഖനം 3-21 അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയും: അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ അവൻ രൂപാന്തരം പ്രാപിക്കും. അവൻ എങ്ങനെയാണ് രൂപാന്തരം പ്രാപിക്കുക? ഏത് വിധത്തിലാണ് അവൻ രൂപാന്തരം പ്രാപിക്കുക? ഇത് നിസ്സാര കാര്യമൊന്നും അല്ല പ്രിയപ്പെട്ടവർ. ഈ വെളിപ്പാട് പുസ്തകം അവസാനിക്കുമ്പോൾ ദൈവം ഇതിൽ പറയും, പ്രാർത്ഥിക്കും. എന്ത് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത് അറിയാമോ? ആമേൻ കർത്താവായ യേശുവേ വരണമേ. വെളിപ്പാട് പുസ്തകം എഴുതുന്ന യോഹന്നാൻ അപ്പോസ്തലൻ ആമേൻ കർത്താവായ യേശുവേ വരണമേ എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ അപ്പോസ്തലന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിങ്ങൾ മറക്കരുത്. എത്ര മഹത്തരമായ ഒരാശയം! അവിടേക്കാണ് നമ്മെ ഓരോരുത്തരെയും ദൈവം ക്ഷണിക്കുന്നത്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. നീ ബുദ്ധിയിൽ ചിന്തിക്കണ്ട, നീ മാനുഷികമായ ശാസ്ത്രീയ വശങ്ങളൊന്നും നോക്കണ്ട. ഇത് മാനുഷിക ബുദ്ധി കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല. നീ ശാന്തനായി ഈ ഭൂമിയിൽ നീ ഇരുന്നാൽ മതി. നീ കർത്താവിന് മുഖത്തേക്ക് നോക്കി ഇരുന്നാൽ മതി. നീ വിശ്വാസത്തോടെ ഇരുന്നാൽ മതി. വേറൊന്നും കർത്താവ് പറയുന്നില്ല. ദൈവത്തെ സ്നേഹിക്കുക, ദൈവജനം അനുസരിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. വേറൊന്നും വേണ്ട, വേറൊന്നും നമുക്കുള്ളതല്ല. അതെല്ലാം അവൻ നമുക്ക് തന്നുകൊള്ളും, ഉറപ്പാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി. പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന 40 വർഷക്കാലം മരുഭൂമിയിലൂടെ നടന്നു. അവർ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കാൻ അവർ അധ്വാനിച്ചോ? അവർ വിതച്ചോ കൊയ്തോ? ഇല്ലല്ലോ. ഒരു ദിവസം പോലും പട്ടിണി നടത്തിയ ദൈവമില്ലേ? അത് നിഴലല്ലേ? ദൈവമക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതായ ആ സ്വർഗരാജ്യത്തിൽ തന്നെ എത്തിക്കാൻ മതിയായവരാണ് ദൈവം എന്നുള്ളത് നിഴലല്ലേ ആ കാണുന്നത്. നാം കണ്ടതല്ലേ? ഒരു നേരത്തെ ആഹാരമോ ഒരു തുള്ളി വെള്ളമോ അവർ കരുതാറ് അവർക്ക് വേണ്ടി മരുഭൂമിയിൽ കരുതിയ ഒരു ദൈവമില്ലേ? ആ ദൈവം എന്നും ജീവിക്കുന്നില്ലേ? ആ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനല്ലേ? അവൻ നമ്മോട് വസിക്കുന്നവനല്ലേ? സ്തോത്രം. നമുക്ക് വിശ്വസിക്കാം. അവൻ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നുണ്ട്. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്മയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ആ ക്രിസ്തു എന്ന മണവാളൻ്റെ കുഞ്ഞാടിൻ്റെ മണവാട്ടിയാക്കി നമ്മെ തീർക്കാമെന്നുള്ള വാഗ്ദത്തമാണ്. അത് ശാസ്ത്രീയമൊന്നും അല്ല പ്രിയപ്പെട്ടവർ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇസ്രായേൽ ജനത്തിൻ്റെ യാത്രയിൽ അവിശ്വാസത്താൽ അഗ്നിസർപ്പങ്ങൾ അവരെ കടിച്ചപ്പോൾ, അനേകർ ആ മരുഭൂമിയിൽ മരിച്ചു വീണപ്പോൾ ദൈവം എന്താണ് പോമടി പറഞ്ഞു കൊടുത്തത്? മോശ നിലവിളിച്ചില്ലേ? ദൈവമേ, നീ വിടുവിച്ച് കൊണ്ടുവരുന്ന ജനമിതാ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് മരിക്കുന്നു. ഈ അഗ്നിസർപ്പത്തെ മാറ്റണമേ. എന്താണ് പോംവഴി? അഗ്നിസർപ്പത്തെ മാറ്റുകയല്ല, അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റവർ പിച്ചസർപ്പത്തിലേക്ക് നോക്കി രക്ഷപ്പെട്ടുകൊള്ളുക. പോംവഴിയാരാണ്? ഈ മരുഭൂമിയിൽ നീ വലയണ്ട, ഇവിടെ നീ അലയണ്ട, പിച്ചസർപ്പത്തിലേക്ക് നോക്കിക്കൊള്ളുക. ഏതാണത്? മോശെ
മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് നിങ്ങൾക്കും വേണ്ടി ക്രൂശിൽ ഉയർത്തപ്പെട്ടു, ക്രൂശിൽ മരിച്ചു, മനുഷ്യവർഗത്തിൻ്റെ പാപത്തിനും ശാപത്തിനും പരിഹാരം വരുത്തി. പ്രിയപ്പെട്ടവര്, ഇത് ഏറ്റുവാങ്ങാൻ നിനക്ക് മനസ്സുണ്ടോ? നിന്റെ സ്വന്തമാക്കാൻ നിനക്ക് മനസ്സുണ്ടോ? സ്തോത്രം. അത് ഞാൻ തന്നെ ചിന്തിക്കേണ്ടതാണ്. അവൻ്റെ കാലത്തേക്കും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. നമുക്ക് വീണ്ടും ഒരു വാക്യം കൂടെ വായിക്കാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 26-27 വാക്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം വിശദീകരിക്കും. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ആഴമേറിയ സമർപ്പണത്തിലേക്ക് പോയ കർത്താവായ യേശു ക്രിസ്തുവാണ് എൻ്റെ മണവാളൻ. അവൻ്റെ മണവാട്ടിയാണ് ഞാൻ. അവനെയാണ് നാം മാതൃകയാക്കേണ്ടത്. അവൻ എന്താണ് ചെയ്തത്? അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി. അവൻ തൻ്റെ മണവാട്ടിയെ വചനത്തോടുകൂടിയ, നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായ യാതൊന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തൻ്റെ തൊട്ടരികിൽ, തൻ്റെ തൊട്ട് മുൻപിൽ കറയും ചുളുക്കവുമില്ലാത്ത നിഷ്കളങ്കയായ മണവാട്ടിയാക്കി നിർത്തേണ്ടതിന് അവൻ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. സഹോദരി സഹോദരങ്ങളെ, എത്ര ആഴമേറിയ ഒരു സമർപ്പണമാണ് നമ്മുടെ കാണുന്നത്. നിങ്ങൾക്ക് ഈ നിത്യതയിലെത്തുന്നതിന് വേണ്ടി, ഈ സ്വർഗരാജ്യത്തിലെത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സാണോ? കർത്താവേ, എൻ്റെ ഹൃദയം നിനക്ക് വസിക്കുവാനുള്ള സിംഹാസനമാണ്, ഞാൻ നിനക്ക് വിട്ടുതരുന്ന ഒരു വാക്ക് പറയാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? എന്നേക്കുമായി നിങ്ങളുടെ ഹൃദയം വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? അവൻ കടന്നു വരും, നിന്റെ ഹൃദയത്തിലേക്ക് അവൻ കടന്നു വരും. വചനമാകുന്ന മൂർച്ചയേറിയ വാളുകൊണ്ട് നിന്റെ ഹൃദയത്തെ കീറി മുറിച്ച് അതിലേക്ക് അവൻ കടന്നു വരും. അവൻ ആ ഹൃദയത്തിലിരിക്കും. അവിടെ നിന്ന് അവൻ മ്ലേച്ഛതയും അഴുക്കുമെല്ലാം കളയും. കറ, ചുളുക്കം മുതലായ യാതൊന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി അവൻ്റെ മുൻപാകെ നിർത്തുവാൻ തക്കവണ്ണം അവൻ വേണ്ടതെല്ലാം ചെയ്യും. നിസ്സാരമായ ജീവിതം, തീരാൻ പോകുന്ന ഈ ജീവിതം, തൻ്റെ രണ്ടാമത്തെ വരവേറ്റുകൊടുത്തിരിക്കുന്ന ഈ സമയത്ത് ജീവിതം വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? മുഴുവനായി വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? എൻ്റെ ശരീരം ദൈവത്തിന്, എൻ്റെ ജീവൻ ദൈവത്തിന്, എൻ്റെ ഹൃദയം ദൈവത്തിന്, എൻ്റെ ആത്മാവ് അവൻ്റെ ആത്മാവിനോട് ചേരും. സ്തോത്രം. തീരുമാനിക്കാമോ പ്രിയപ്പെട്ടവരെ? ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട് അവർക്ക് അവരുടെ ആത്മശരീര മനസ്സുകളെ സമർപ്പിക്കാം, ഹൃദയങ്ങളെ തുറക്കാം, ജീവിതം കർത്താവിലേക്ക് കൊണ്ടുവരാം. എന്താ എൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ കർത്താവായ യേശു ക്രിസ്തുവിനോട് ഇടപെടുന്നു. എൻ്റെ ജീവിതയാത്രയിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുന്നു. സ്തോത്രം. അവൻ്റെ വചനമാണ് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തുളച്ച് കയറുന്നത്. അത് നിങ്ങളോട് ചോദിക്കുന്നു, നിൻ്റെ ഹൃദയം എനിക്ക് തരാമോ? നിൻ്റെ ജീവിതം എനിക്ക് തരാമോ? ഈ തകർന്ന ജീവിതം, ഈ പരാജയപ്പെട്ട ജീവിതം, ഈ പാപത്തിന് അടിമപ്പെട്ട ഈ ജീവിതം, സാത്താൻ കൈയാളി ഈ ജീവിതം എനിക്ക് വിട്ടുതരാമോ? കർത്താവ് ചോദിക്കുന്നുണ്ട്. അവൻ സ്നേഹത്തോടെ നിൽക്കുന്നുണ്ട്. അവൻ കെഞ്ചിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. സൃഷ്ടിയായ മനുഷ്യ, സൃഷ്ടാവായ ദൈവം നിന്റെ ഹൃദയത്തിൻ്റെ വാരക്കിൽ നിന്ന് കെഞ്ചിക്കൊണ്ട് നിൽക്കുന്നു. ഈ യാചകനെ പോലെ നിൽക്കുന്നു. കരം നീട്ടിക്കൊണ്ട് നിൽക്കുന്നു. മുറിവേറ്റ കരങ്ങൾ നീട്ടിക്കൊണ്ട് നിൽക്കുന്നു. നിനക്ക് വേണ്ടി മുറിഞ്ഞ കരങ്ങൾ, നിനക്ക് വേണ്ടി പാപങ്ങൾ വഹിച്ചതായ കരങ്ങൾ എൻ്റെ മുമ്പിൽ നീട്ടിക്കൊണ്ട് നിൽക്കുന്നു. നിനക്ക് തീരുമാനമെടുക്കാൻ സമയമായോ? നിനക്ക് ദൈവത്തോട് സമർപ്പണ സമയമായോ? ആയെങ്കിൽ നിങ്ങൾക്കൊരു വാക്ക് പറയാം. കർത്താവേ, ഞാൻ എൻ്റെ ഹൃദയം നിനക്കായി തുറക്കുന്നു. എൻ്റെ ജീവിതം എൻ്റെ സന്നിധിയിൽ ഞാൻ തരുന്നു. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുൻപ്, അനേക വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ കർത്താവ് എന്നോട് ആദ്യമായി എൻ്റെ ജീവിതപാറയിൽ എന്നോട് ഇടപെട്ടപ്പോൾ അന്ന് ഞാൻ ഒരു പാപിയാണെന്ന് പോലും അറിയാത്ത മനുഷ്യനായിരുന്നു. പാപബോധം പോലുമില്ലാത്ത മനുഷ്യനായിരുന്നു. ഒരു നീതിമാനെ പറയുന്ന മനുഷ്യനായിരുന്നു. പാപത്തിൽ മുഴുകി ജീവിച്ചവനായിരുന്നു. എന്നാൽ എൻ്റെ പാപങ്ങളൊന്നും എന്നോട് കണക്ക് ചോദിച്ചില്ല. എൻ്റെ ജീവിതപാറയിൽ അവൻ്റെ അടുക്കൽ വന്ന് നിന്നിട്ട് എൻ്റെ ജീവിതം എനിക്ക് തരാമോ എന്നൊരു വാക്ക് ചോദിച്ചു. സ്തോത്രം. 1978 എൻ്റെ 30-ാമത്തെ വയസ്സിൽ നിൻ്റെ ജീവിതം എനിക്ക് തരാമോ എന്നൊരു വാക്ക് അവൻ ചോദിച്ചു. ആ സ്നേഹവാനായ കർത്താവിൻ്റെ കരകളിലേക്ക്
എൻ്റെ ജീവിതം കൊടുക്കാൻ എനിക്ക് തോന്നി, പ്രിയപ്പെട്ടവർ. അല്ല, അവൻ്റെ പ്രേരണ, അവൻ നിർബന്ധിച്ചു. എൻ്റെ ജീവിതം ഞാൻ എൻ്റെ കയ്യിലേക്ക് കൊടുത്തു. പിന്നെ അധ്വാനം എനിക്കല്ല, പിന്നെ പരിശ്രമം എനിക്കല്ല. മുഴുവൻ പ്രവർത്തിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു. അവരെത്രേ രക്ഷകൻ, അവരെത്രേ നിന്റെ വീണ്ടെടുപ്പുകാരൻ, അവരെത്രേ രണ്ടാമത് വരാൻ പോകുന്നു. ഒരുങ്ങാമോ? ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള പിതാവേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ തുറക്കുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങൾ ഞങ്ങൾ ഓർക്കുന്നു. അനുതാപത്തിൻ്റെ 2 തുള്ളി കണ്ണുനീരുമായി ഞങ്ങൾ നിന്റെ അരികിലേക്ക് വരുന്നു. മനസ്സലിയണമേ താവേ. യേശുവിൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ശത്രുവിന് സകല അവകാശത്തെയും ഞങ്ങളെ നീക്കണമേ. ഞങ്ങളെ അവിടുത്തെ സ്വന്തമാക്കി തീർക്കണമേ. കൃപയും ഞങ്ങളെ പൊറിയണമേ. രണ്ടാമത്തെ വരവിനായി ഒരുക്കണമേ കർത്താവേ. അനേകരെ ഒരുക്കുവാൻ, രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും അനേകരെ ഒരുക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ. മാനവും മഹത്വത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.